Hello, Makale. Welcome to the channel. Tamil Family Reacts. நான் ஸ்வாதி பிரபாகர். With me, my husband Vasu. வணக்கம். Okay. Part 1, 2 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்றேன், போய் பாருங்க. இப்போ part 3 போயிடலாம். എന്തൊക്കെ പറഞ്ഞാലും ജോസേട്ടൻ ഉണ്ടായിരുന്നപ്പോ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചന്ത ഉറങ്ങിയ പോലായി, ഒന്നിനും ഒരു ചൂടില്ല. ആരായി സേതു? അറിയില്ലേ, നമ്മുടെ പുതിയൊരു പോലീസുകാർ അച്ഛനാരില്ലേ, അങ്ങേരുടെ മോനാ. കക്ഷി വരണ വഴിയാണെന്ന് തോന്നുന്നു. ആ, ഞങ്ങളൊക്കെ സേതുവേട്ടന്റെ ആളുകളാ. മര്യാദ ഇവർക്ക് കൂടി Area done. ഇവിടെ സ്വർണ്ണമല്ല അരിയാ കച്ചവടം. ഒന്ന് കളിയാക്കാതെ വേനോനെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആശാനേ ആശാനേ. കേറിട്ട് പോ. നമ്മളെയൊക്കെ ഇങ്ങനെ മൈൻഡ് ചെയ്യാൻ പോരുത് കേട്ടോ. ഉർമീസേ, ഒരു കസേരങ്ങ് എടുത്തോ. വേണ്ട. അല്ല, ഒരു കൂടി കടിച്ചിട്ട് പോവാ. ഉർമീസേ, ഒരു നല്ല നാരങ്ങയോടെ കൂളായിട്ടെടുക്കാൻ പറ. ഉപ്പ മധുരമോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ. വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ കേസിന് കാശോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പിടിക്കണ്ട. ആരെങ്കിലും ഒരാളെ പറഞ്ഞയച്ചാൽ മതി. ജോസിനെ കൊണ്ട് പൊറുതി പൊട്ടി ഇരുന്നപ്പോഴാ നിങ്ങള്. എത്ര നേരം അറിയാമോ? ഇനി ഇവിടെ ഒരുത്തനും ഇറങ്ങില്ല. ഒക്കെ വരാന്ന് പറഞ്ഞിരിക്കാണ്. നടന്നു മുമ്പിലാണോ? அடிச்சிட்டு பயப்படுறாரு. ஓ, பின்னாடி ஃபாலோ வேற. இவரை வச்சு பில்டப் பண்ணிக்கலாம் சொல்லி பின்னாடி ஒரு மாடு வேற வருது. ഉശിരുള്ള പന്നികളുണ്ടെങ്കിൽ തടുക്കണം. കീരിക്കാരൻ ജോസിനെ എത്തിപ്പെട്ടില്ലായിരുന്നല്ലേ? அவர் கீரிக்காரன் அவர் பேரு. കിരിക്കാടൻ ജോസ്. ഇതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എന്റെ കൂടെ വരരുത്. സൂക്ഷിക്കണേ, തരം കിട്ടാൻ കാത്തിരിക്കുക. ആ, കൊല്ലുന്നേ കൊന്നോട്ടെ. ശങ്കൂറ്റ ചോണക്കുട്ടി തന്നെ. അമ്മ വന്ന് എന്തെങ്കിലും കഴിക്കമ്മേ, എനിക്ക് വിശപ്പില്ല. എന്റെ മോൻ ഇപ്പൊ ഏത് നരകത്തിലാണാവോ? ആ സാറിന് അറിയാവുന്നിടത്തല്ലേ, അവൻ ഒരു വിഷമവും ഉണ്ടാവില്ല. ഇങ്ങനെ പട്ടിണി കിടന്നാ എന്തെങ്കിലും അസുഖം വരില്ലേ അമ്മേ? എന്റെ മോനെ ഒന്ന് കണ്ടിട്ട് മരിച്ചാ മതി എനിക്ക്. അവൻ വരും. അയ്യോ, അതുക്കുള്ള സാഗരം പോയിട്ടാണ്. അല്ലേ സാറ് പറഞ്ഞത്? അമ്മേ, സേതുവേട്ടൻ വന്നു. സേതു മോനെ, നിനക്ക് എങ്ങനെ ഇത് തോന്നി? വാക്കുകൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കുന്നവനല്ലല്ലോ നീ. നമ്മുടെ അച്ഛനെ നടു റോഡിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നത് ഞാൻ നോക്കിയിരിക്കണോ? அவர்தான் பயந்துட்டாரு, அப்பா போட்டு அடிச்சு சாக போறாங்க. ഏട്ടത്തി ഏട്ടത്തി അത് പൊറുക്കോ? നോക്കിയെന്നില്ലെന്ന് ചോദിക്കില്ലേ? ഇല്ല മോളെ. എന്ത് സംഭവിച്ചാലും നിയമം കയ്യിലെടുക്കാൻ നീ ആരാ? இவ்வளவு நேரம் பேசாத ഡാഡി ഇപ്പൊ பேசுறாரா? എന്റെ ഡ്യൂട്ടി അതിനിടെ ചിലപ്പോ ചത്തുപോയിന്ന് വരും. ഞാൻ ചെയ്ത ഒരു മകന്റെ കടമയാ. അതിനെന്ത് ശിക്ഷ വേണം ഞാൻ സ്വീകരിക്കാം. നീ നിന്റെ ഭാവിയെ കുറിച്ച് ഓർത്തില്ലല്ലോ മോനെ. ഓർത്തു, എല്ലാം ഓർത്തു. പക്ഷെ നമുക്ക് വീട്ടിലേക്ക് പോ. അറിഞ്ഞിടത്തോളം ഇനി ഇവിടെ താമസിക്കുന്ന അത്ര ബുദ്ധിയല്ല തടികേടാവും. ആപത്ത് വരുമ്പോഴല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത്? അതൊക്കെ ശരിയാ. അവസാനം കഴുത്തിന് മേൽ തലയുണ്ടാവില്ല. തിരിച്ച് വീട്ടിലോട്ട് എന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാ പോവാനും തോന്നണില്ല. ഞാൻ പറഞ്ഞില്ലേ, കൊല്ലാനാണോ വർത്താനോ വരുന്നത് ആർക്കറിയാം. ആരാ എന്ത് വേണമെന്ന് ചോദിക്കും. ആരാ നിങ്ങള്? എന്ത് വേണം? സേതുക്കാരന്റെ കൂട്ടുകാരനാ. അളിയനും പെങ്ങളല്ലേ? എനിക്കറിയാം. സേതു ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. ഹൈദ്രോ എന്നു പറഞ്ഞാ മതി. അളിയെ പോരുന്നോ? ഒന്ന് കൂടിയേച്ചേടാ. ഇല്ല, വരുന്നില്ല. ഇല്ല, വരുന്നില്ല. പെങ്ങള് പേടിക്കണ്ട, പടച്ചോടാണ് ഇഷ്ടം കൊണ്ട് വിളിക്കാണ്. നമ്മളൊക്കെ ഒന്നല്ലേ? അളിയോ വരുന്നോ? സ്നേഹത്തോടെ വിളിക്കുമ്പം എങ്ങനെയാ വരില്ല എന്ന് പറയാ. ഒറ്റ எங்க போறாங்க? சரக்காதான் இருக்கு வேற என்ன. കള്ള് തുള്ളി കഴിക്കണോ? കാശ് കാശാ? இத சொல்லி வாங்க போறாரு. കൂട്ടുകാരനെ വന്ന് മിനിങ്ങണോ കാശാ? എന്നിട്ട് ഇവന്മാർ എത്താനോടെ കള്ളു വയ്ക്കും. വാലിയാ സൈക്കിൾ സൈക്കിളാ? വല്ല പച്ച சேதுவோட மச்சான் வந்திருக்காரு, சரக்கு கொடுக்கணும் கேட்க போறாரு. அதே பண்ணக்கூடாதுன்னா அவர் அடிச்சிருக்காங்க. അളിയാ, നമ്മുടെ സേതു കേട്ടൊരു രൂപയാ പേടിച്ചൂറിയാണെന്നൊക്കെ ചില നാറികൾ പറയണത്. അതാ പറഞ്ഞവന്റെ തന്തയായിരിക്കും. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചങ്കൂറ്റുള്ളവർ. എന്റെ ഒരു മുത്തച്ഛന്റെ മുത്തച്ഛൻ കൊച്ചി രാജാവിന്റെ പടത്തലവന്മാരിൽ ഒരാളായിരുന്നു. കൊച്ചി രാജാവ്. അത് പോട്ടെ, ഈ സേതുവിന്റെ അമ്മയുടെ അച്ഛൻ എന്ന് വെച്ചാൽ മുത്തശ്ശൻ ഒരു നാട് മുഴുവൻ വിറപ്പിച്ചിട്ടുള്ളവനായിരുന്നു. അതും ഈ ജോസിനെ അവന്റെ ആളുകളെയും പപ്പടം പോലെ പൊടിക്കാൻ ഞാൻ മാത്രം മതി. പക്ഷേ എങ്കയോ അവസരം பேசுறாரு. പറയണേ. ആര് പറഞ്ഞു? ഏത് ചെറ്റകളാണ് പറഞ്ഞത്? സേതുവിന്റെ ഒരു രോമം പറിക്കാൻ പറ്റില്ല. അവൻ ആ ജോസ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങട്ടെ, അവന്റെ ആൾക്കാരെ മുഴുവൻ വിളിച്ചോണ്ട് വരട്ടെ. ഇവിടെ ഒരു ലോഡ് ശവം വീഴും. എത്ര? നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മള് തന്നെയാ. ക്ഷമയില്ലായ്മ കാണിക്കുമ്പോഴാ ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടുക. സേതോട്ടിന് ഒട്ടും ക്ഷമയില്ല. നീ മാത്രമേ അത് പറയൂ. ഇനിയെങ്കിലും ഞാൻ പറയുന്ന അനുസരിക്കാൻ പറ്റുമോ? എന്റെ ദേവി, ഞാൻ വന്ന സാരോപദേശം കേൾക്കാനല്ല, നിന്നെ കാണുമ്പോഴെങ്കിലും ഇത്തിരി ആശ്വാസം കിട്ടുന്ന വിചാരിച്ച. ഉപദേശങ്ങൾ കേട്ട് കേട്ട് മടുത്തു. ഞാൻ എന്താ തെമ്മാടിയെ പോക്കിനെ പറ്റാണോ? അതുകൊണ്ടല്ല സേതുവേട്ടാ. ദേവി, ഒരു പ്രൈമറി സ്കൂൾ കുട്ടിയല്ല ഞാൻ. നീ ഒരു ടീച്ചറെ പോലെ സംസാരിക്കാതെ എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്ക്. எல்லாரும் அவங்க சைடுல இருந்து யோசிக்கிறாங்க. ഒരു വലിയ ചട്ടമ്പിയെ അടിച്ചു വീഴ്ത്തിയ അഹങ്കാരമല്ല എന്റെ മനസ്സിൽ.
അതിനുള്ള ധീരത എനിക്കില്ല. സംഭവിച്ചു പോയി. അതിലുള്ള വേദനയേ ഉള്ളൂ. പിന്നെ കുറച്ച് ഭയവും. ഈ ജോസോ പരമേശ്വരനോ ശരിക്കൊന്ന് കൈവീശി അടിച്ചാൽ ഞാനില്ല. ഒരു ദിവസം അവര് വരും. വരുന്നത് എന്റെ ജീവന് വേണ്ടിയാ. സേതുവേട്ടൻ ഇനി ആ നശിച്ച നാട്ടിലേക്ക് പോകണ്ട. പോകാതിരുന്നിട്ട് കാര്യമില്ല. വിധി എന്താണെങ്കിലും നടക്കും. അതെവിടെയായാലും എവിടെയായാലും. നല്ല വേല. ഇന്റർവ്യൂ കഴിഞ്ഞതിന്റെ സെലക്ഷൻ ലിസ്റ്റ് എന്നാ വരിക? ആർക്കറിയാം, 2-3 മാസം എടുക്കായിരിക്കും. അത് മാത്രമാണ് പ്രതീക്ഷ. സേതു വന്നിട്ട് മുത്തശ്ശിക്കൊന്നും വർത്തമാനം പറയാൻ കിട്ടിയില്ലോ നിന്നെ. ഈ കുട്ടി എപ്പോ നോക്കിയാലും മുഖം വീർപ്പിച്ചിരിക്കുന്നതേ കാണാനുള്ളൂ. ആണുങ്ങളാവുമ്പോ തല്ലും വഴക്കൊക്കെ ഉണ്ടാവും അല്ലേ? നിന്നെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞു കരഞ്ഞു ചത്തേനെ. എന്നിട്ട് നല്ലോണം തല്ലു பாட்டி അയാളെ. தக் லைஃப் அவங்க இந்த மாதிரி தான் இருக்கணும்னு நினைக்கிறாங்க കൊല്ലാണ്ടിരുന്നു. ஆண்கள்னா. മുത്തശ്ശന് അങ്ങനെയാ, ജീവൻ മാത്രം വിട്ടുകൊടുത്തേക്ക്. ദൈവം കൊടുത്ത ജീവൻ ഭയപ്പെടുവാൻ. എടുക്കാൻ അവകാശമില്ലാന്നാ മൂപ്പര് പറയാ. മുത്തശ്ശിക്കൊന്നും മിണ്ടാതിരിക്കോ? ഒരു മുത്തശ്ശൻ. അതിന് നിനക്കെന്താ? ഇത് നല്ല ചേല്. ആ, എങ്ങനെയാ നടന്നത് ഒന്ന് വിസ്തരിച്ച് പറ. മുത്തശ്ശിക്കൊന്ന് പോവാമോ? കഥ കേട്ട് രസിക്കാനാ. മനസ്സ് മുഴുവൻ ദുഷ്ടത്തരാ. സേതുവേട്ടൻ നിങ്ങൾ വന്നേ. അവൾക്ക് പേടിയാ. അവളുടെ പ്രായത്തിൽ എനിക്കും അങ്ങനെയായിരുന്നു. പിന്നെ പിന്നെ ചെമ്പരത്തി പൂ പോലെ ചോര കട്ട പിടിച്ച് കിടക്കുന്നത് കാണുന്നത് തന്നെ എനിക്കൊരു രസാ. എനിക്ക് ഭയാണ്. ചോര കണ്ടാൽ എനിക്ക് തലകറങ്ങും. സേതുവേട്ടൻ വരുന്നുണ്ടോ അങ്ങോട്ട്? കഥ ഞാൻ ഒരിക്കൽ പറയാൻ മുത്തശ്ശി. നീ പറഞ്ഞു കേട്ടിടത്തോളം അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ. നീ സൂക്ഷിക്കണം. ഫ്രണ്ട്സാ ഫ്രണ്ട് ചിലപ്പോ തോന്നും എല്ലാറ്റിനെയും വെല്ലുവിളിച്ച് നിൽക്കണമെന്ന്. അമ്മയും അച്ഛനെയൊക്കെ കാണുമ്പോ ആകെ തളർന്നു പോകുന്നു. നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. കഴിയുന്നത് എല്ലാத்தைയും ഒഴിഞ്ഞു മാറി നിൽക്കുക. നമുക്ക് നഷ്ടപ്പെടാനേ ഉള്ളൂ. ഞാൻ വരട്ടെ. ആ. മുത്തശ്ശിയുടെ വകയാ. തിന്നാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വേണോ? വേണ്ട. സേതു നീ സൂക്ഷിക്കണം. നിന്റെ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ഇതൊന്നും ഇവിടെ കിട്ടാത്ത. അതല്ലല്ലോ, അമ്മ തന്നയിക്കുമ്പോ അതിനൊരു പ്രത്യേകതയില്ലേ? ദേവി എന്ത് പറഞ്ഞതാ? അവള് വലിയ ടീച്ചർ ചവഞ്ഞു, അത്ര തന്നെ. സൂര്യനടുത്ത് കൈവെള്ള നാള് തന്നോ? ഇതെന്താണാവോ? ഇത് അച്ഛന്റെ പഴയ കത്തിയാണല്ലോ. ഇതെങ്ങനെ വന്നു ഇതില്? இது ஏன்டா கொடுக்காம சுட்டீங்க? ലേടാ ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സമ്മാനം നിന്റെ അമ്മയ്ക്ക് ശരിക്കും വിട്ട് തന്നെയാ ഒരു സമ്മാനം കൊടുത്തയച്ചിരിക്കും. കാര്യങ്ങളൊക്കെ ഒരുമാതിരി ശാന്തമായിരിക്കുക. നീ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയ കൊല്ലും ഞാൻ നിന്നെ. അതിനിപ്പോ അവൻ എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ വെറുതെ അല്ല പറയാ, പഴയ പോലൊന്നും ചുറ്റിക്കറി നടക്കണ്ട. അങ്ങനെ പോകുന്നെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് പോവുകയും വേണ്ട. ആ രമണനെയോ അമീതിന്റെ മോനെയോ അങ്ങനെ 2-3 ആളുകൾ കൂടി പോയാൽ മതി. ഉണ്ടോ? ഇല്ല, ഒരു ഫ്രണ്ടിന്റെ എഴുത്ത് മാത്രമുണ്ട്. PSCയുടെ കാര്യങ്ങളല്ലേ, നാളെ കുറെ പിടിക്കും. അപ്പൊ ഇനി എങ്ങോട്ടാ? വീട്ടിലേക്ക് പോവാം. തനിക്ക് വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് അടച്ചു പൂട്ടി ഇരുന്നിട്ട് ഒരു മടുപ്പും തോന്നുന്നില്ലേ? തോന്നാഞ്ഞിട്ടല്ലേ. അടച്ചു പൂട്ടിയിരിക്കാതെ എന്താ ചെയ്യുക? ജോസിന്റെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പേടി കൊണ്ടാ അനങ്ങാത്തത്. തരത്തിന് ഒത്തു കിട്ടിയാ അവര് ചുമ്മാ ഇരിക്കൊന്നുമില്ല. പിന്നെ അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? സേതുവിന് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പിന്നെ വെറുതെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊരു പേടി. ഞങ്ങളൊക്കെ ഇല്ലടോടെ. താൻ ധൈര്യമായിട്ടിരിക്കേ. വാ, തനിക്ക് ഇപ്പൊ ഇവിടെ ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട്. തന്റെ വില എന്താണെന്ന് തനിക്ക് അറിയാൻ പാടില്ല. തന്റെ ആളുകളാണെന്ന് പറഞ്ഞ് എത്ര പേര് ടൗണിലുണ്ടെന്ന് അറിയാമോ? എന്റെ ആളുകളോ? എടോ, ഈ ആനയുടെ വലിപ്പം അറിഞ്ഞൂടെന്ന് പറഞ്ഞ പോലെയാ താനെന്നൊക്കെ പറഞ്ഞാ ഇവിടെ. തന്റെ വെയിറ്റ് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഏയ് ഇല്ല, ബിയർ കഴിച്ചിട്ടുണ്ട്. എന്നാ നമുക്ക് ഓരോ ബിയർ അടിക്കാം. എവിടെ പോയി? നമുക്ക് ബാറിൽ ചെന്ന് ഓരോ ബിയർ കഴിക്കാം. ബാറിൽ പോയി ഞാൻ കഴിക്കാറില്ല. രഹസ്യമായിട്ട് എവിടെയെങ്കിലും വാങ്ങിച്ചാൽ ഒരു ഗ്ലാസ് കഴിക്കാം. എന്ത് ബാറി കറിയാ ഇടിഞ്ഞ് ആകാശം തലേ കൂടെ വീഴും. അതുകൊണ്ടല്ല ഞാൻ കയറാറില്ല. അയ്യോ, ഒരു പ്രശ്നമില്ല, നല്ല ജാലിയായിരിക്കും. ഏയ് ഇല്ല ഇല്ല, എന്നാ പിന്നെ കൂടെ വരെയെങ്കിലും ചെയ്തൂലേ? കഴിക്കില്ല. വെറുതെ വേണേ കൂട്ടിന് വരാം. ആ, മതി, കേറ്. ஐயோ அதுதானே சிக்கல். அங்கதானே எல்லா ஆளுங்களும் இருப்பாங்க. വരാൻ പറഞ്ഞു. ஃப்ரீயா ஒரு ட்ரிங்க்ஸுக்காக இங்க வேணா பில்டப் பண்ண போறான். ഇയാളെ അറിയോ? മനസ്സിലായില്ല. ആരാ? സേതു. അയ്യോ போச்சு. സോറി, ക്ഷമിക്കണം. നമ്മൾ പോയി പരിചയമില്ല, അതുകൊണ്ടാ. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. സാർ ഇരിക്കും. രാജാ, ദേ സാറിനെ സൗകര്യമുള്ള സ്ഥലത്തോണ്ടിരുത്ത്. ഇരിക്കാം. എന്താന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കഴിക്കാം. ഹൈദ്രോസും അളിയനൊക്കെ വരാറുണ്ട്. போச்சு. വാ, இப்படி பில்டப் பண்றது அவருக்கு தான் பிரச்சனை தெரியுமா? ഒരു തന്നെ കഴിക്കടോ. അയ്യോ വേണ്ട, നിങ്ങൾ വേഗം കഴിക്കേ. നമുക്ക് പോകാം. ആ, ധൃതി പിടിക്കാതെ എന്റെ ആശാനെ. ഞങ്ങളൊരു കാര്യം പറയട്ടെ. സേതുവിന് വേണ്ടി ഞങ്ങളുടെ ജീവൻ കളയും. പരമേശ്വരനല്ല, കീരിക്കാടൻ ജോസ് വന്നാലും ശരി ഞങ്ങൾ മുമ്പിലുണ്ടാവും. അല്ലേടാ? എന്താ സംശയം? ആ കീരിക്കാടൻ ജോസ് ഇവിടെ വന്ന ഈ നിമിഷം അവന്റെ കഴുത്ത് ഞാൻ വെട്ടി പത്തിക്കിട്ട് കൊടുക്കും. പോച്ച്. അത് വേറെ കാര്യം. കളിയാക്കിയ നജീബ് അല്ലടാ, ജോസിന്റെ മുന്നിൽ നിന്ന് നിൽക്കും. വാചം അടിക്കാതെ കണ്ടോരെ പറ്റിച്ച് കുടിച്ചിട്ട് പോടാ. നജീബേ, അല്ല, ചോദിക്കണം. ஏன் அவனுக்கு தேவையில்லாம பிரச்சனை பண்ணிட்டு அவங்க அப்பாவுக்காக அடிக்கலாம். ഏത് പട്ടിയായാലും തെണ്ടിത്തരം പറയാനാ നാറി. സേതുവിന്റെ മുമ്പിൽ കീരിക്കാടൻ ജോസ് ഒരു പുല്ലല്ലടാ തെണ്ടി. നജീബേ, കള്ളു കുടിച്ചാ വയറ്റ് കേൾക്കണം. അനാവശ്യം പറയാം. 5 പേരുണ്ട്. സേതുവിട്ട് ഞങ്ങളൊരു തമാശ പറഞ്ഞതാ.
ഈ പള്ളിക്ക് ഇടപെടേണ്ട കാര്യം എന്താ? தேவையில்லாத ஒரு பிரச்சனை பாங்க. പ്രശ്നം ഉണ്ടാക്കരുത്. ஆஹா இவர் ஒரு ரவுடியா ஃபார்ம் பண்ணிட்டு இருக்காங்கப்பா. എന്താ പുതിയൊരു റൗഡി വന്നിട്ടില്ലേ? സേതു அங்க பத்தியா കള്ള് തലക്ക് കയറിയതാ. പോലീസിനെ വിളിക്കാൻ പറ. ചൊന്നാരെ அவர் தடுக்க போனாரு, அவரை பிடிச்சி வெளில கூட்டு போயிட்டு அவருதான் அடிக்க போன மாதிரி காமிக்கிறாங்க. നിങ്ങളെ മോൻ ഏതായാലും നശിക്കാൻ തീരുമാനിച്ച് അതിന് നാട്ടുകാരെ കുട്ടികളും കൂടി ചീത്താക്കണം. എന്താ? അല്ല നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളെ മോൻ ബാറ് കയറി തല്ലുണ്ടാക്കി. ഉം, എന്റെ അയ്യോ. നെഞ്ചിന് ആ ഗോപാലൻ സാറിന്റെ ചെക്കനും കൂടെ കൂട്ടിയിട്ട് പോയിന്. പിടിച്ചു മാറ്റാൻ ചെന്നപ്പോ ദേ ഇവന്റെ തല ഈ വണ്ണത്തിലാ മുഴിച്ചിരിക്കണേ. അല്ല സേതു എന്തും വിചാരിച്ചിട്ടാ ഇറങ്ങിക്കണേ. അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? വിശ്വാസല്ലേ ബാറിൽ ചെന്ന് ചോദിക്ക്. ടൗണിൽ പാട്ടാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യാന്ന് ഞാൻ എങ്ങനെയാ പറയാ? നിങ്ങൾക്ക് ഒരെണ്ണം വേറെ ഉണ്ട് 2-3 ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ. അതില്ലാണ്ടാക്കരുത്, അത്രേ ഉള്ളൂ. இவருக்கு அவரோட இமேஜ் வேற மாதிரி தோணும். അച്ഛാ നാളെ ഞങ്ങൾ റിസൾട്ട് അറിയും. എവിടെയാ തെമ്മാടി? ആര്? എന്റെ ചേട്ടൻ അകത്തുണ്ട്. സേതു എന്താച്ചാ? ஓ ജീവൻ നശിച്ചു. നാട്ടുകാരെ പിള്ളേരെ കൂടെ നശിപ്പിക്കണം. അയ്യോ എന്തായി കാണിക്കണേ? എന്റെ മോൻ എന്താ തെറ്റാ ചെയ്തേ? മോനോട് ചോദിക്ക്. എന്താടാ ഉണ്ടായത്? എനിക്കറിയില്ലമ്മേ. അറിയില്ലേ? കള്ളത്തരം പറയുന്നു. നിന്റെ ഒന്നുമോൻ കള്ളു കുടിച്ച് വാറിക്കണം തല്ലുണ്ടാക്കി. ആ ഹമീദിന്റെ മോനെ കൊണ്ടുപോയി തല്ലു വിളിച്ചു. നേരാണോ മോനെ ഈ കേക്കണേ? ഇല്ലമ്മേ, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല, മദ്യം കഴിച്ചിട്ടില്ല. ആഹാ ഇപ്പൊ ഹമീദ് തടഞ്ഞു നിർത്തിയോണ്ട് പറഞ്ഞതാ. ആ ചെക്കന് ഇവനോണ്ട് തല്ലുകൊണ്ടത്രേ. ഈ നാട്ടുകാരെ മുഴുവൻ നീ ശത്രുക്കളാക്കും. നേരാണോ മോനെ? ഇല്ലമ്മേ. നീ ബാരി പോയിട്ട് പോലും ഇല്ല. പോയിരുന്നു. കണ്ടോ, ബാരി പോയി കുടിക്കാനല്ല പിന്നെ എന്തിനാ? വെറുതെ എന്ന് പറഞ്ഞ അച്ഛൻ വിശ്വസിക്കില്ല. இது ரொம்ப நாளா இருக்கு, நம்பவே மாட்டாரு. ഈ നാട്ടിലെ സേതുവിന്റെ ചിത്രം വേറെയാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെയൊക്കെ മനസ്സിലും ഞാൻ മാറുകയാണ്. പോലീസ് ജീപ്പ് தானே? എന്താടോ കറങ്ങി നടക്കുന്നേ? അനിയന്റെ റിസൾട്ട് അറിയാൻ പോയതാ. ആ ജയിച്ചോ? ക്ലാസ് ഉണ്ട്. താൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടു. അന്ന് തന്നെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അബദ്ധമായില്ലേ? ഇതാ മറ്റൊരു ജോസാവാനാണോ ശ്രമം? സാർ അങ്ങനെ പറയുന്ന വിഷമമുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? താൻ ആ ബാറിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? സാർ അത് ഞാനല്ല. നുണ പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. പിന്നെ താൻ പല സ്ഥലത്ത് നടന്ന് വെല്ലുവിളിക്കുന്നത് കേട്ടു. ഞാനോ? എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. അത് മതിയല്ലോ. ഹൈദ്രോസ് തന്റെ ബോഡി ഗാർഡാണ്. ഇല്ലല്ല സാർ. താൻ വന്നിറങ്ങിയത് മുതൽ അയാളുണ്ടല്ലോ കൂടെ. അയാളെയും തന്റെ അളിയനെയും കൊണ്ട് റൗഡി പിരിവ് നടത്തുന്നുണ്ടോ? സാർ മഹാഭാവം പറയരുത്. എന്റെ മുന്നിൽ വിളവെടുക്കരുത്. പല അഭിനയവും ഞാൻ കണ്ടതാ. താനൊരു പാവമാണെന്ന് വിചാരിച്ചാ തന്റെ അരികെ ദയയും ദാക്ഷിണ്യവും കാണിച്ചത്. പിന്നെ തന്റെ അച്ഛനോടുള്ള ബഹുമാനവും. മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഇടിച്ചിന്റെ നട്ടല് ഞാൻ ഓടിക്കും. ഒരു ജോസിനെ ഞാൻ ഇനി വളർത്തില്ല. മനസ്സിലായടാ? നോക്കി പേടിപ്പിക്കണ്ട. எதுவுமே பண்ணல, இவனுங்களை ஃபர்ஸ்ட் ஒளிச்சு கட்டணும். ഇച്ചിരി കാശ് വേണമല്ലോ രാമകൃഷ്ണ. അയ്യോ കച്ചവടം ഒന്നും ആയില്ലല്ലോ. ഇനി എപ്പോഴാണാവോ കച്ചവടം ആവുക? എപ്പോ വന്ന് ചോദിച്ചാലും കച്ചവടം ആയില്ല. ഒരു ദിവസം എനിക്ക് ദേഷ്യം കയറാണ്ടല്ലോ. ഇതൊക്കെ വലിച്ചു വലിച്ച് താഴ്ത്താൻ മേലോട്ട് ഞാൻ ചവിട്ടും. അടങ്ങ അവൻ തരും. ഓ സേതുക്ക നേരിട്ട് വന്ന് ചോദിക്കാൻ അതിനാണ് സാക്ഷാൽ ആളിയുടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് മര്യാദക്ക് കച്ചവടം ചെയ്യണമെങ്കിലേ വെക്കണം വരുവാ. ഏയ് കൊടുക്ക്. ഹൈദ്രോസിന്റെ വായിരിക്കുന്നത് കേൾക്കാതെ. സേതുവിന്റെ അത്യാവശ്യ കാര്യത്തിനാ. കൊടു അക്കൗണ്ടിൽ ചായം കൂടെ. அவர் பேரை பயங்கர டேமேஜ் பண்ணிட்டு இருக்காங்க. എന്റെ പേര് പണം പിരിക്കും അല്ലടാ. ഹൈദ്രോസ് കടമായിട്ട് മേടിച്ചടാ. നിന്റെ എന്നെ നശിപ്പിക്കണം. എടാ നായിന്റെ പോലെ നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ ഒരുങ്ങിയവനാ. നീ തല്ലിയല്ല. ஐயோ போச்சு. இதுவும் வந்து பாக்குறவங்க தப்பா தெரியும். ஒரு சைடு வாங்கிட்டு ரைட்டு. இப்ப இந்த கதையுமே அவங்க இஷ்டத்துக்கு மாத்திடுவாங்க. ஆமா, இப்ப இதுவும் ரவுடியா தான் அவர் ஏதோ பண்றாருங்கிற மாதிரி ஆயிடும். அவர் ஏதாச்சும் பிரச்சனை பண்ணாலும் பிரச்சனை, சும்மா இருந்தாலும் பிரச்சனை. എന്റെ പേരിൽ ഒരുത്തനും പണം കൊടുക്കരുത്. ഞാൻ കേടിയല്ല, എനിക്ക് ആ പണവും വേണ്ട. ഈ ഇടപാട് നമുക്ക് പറ്റില്ല. അന്തസ്സുള്ള തറവാട്ടുകാരാ ഞങ്ങള്. ഞങ്ങളുടെ വംശത്തിലൊരു കേടിയോ റൗഡിയോ ഇതുവരെ ഇല്ല. ஃபார்ம் பண்ண ஆரம்பிச்சிட்டாரு. എന്നാ വിടാ മനസ്സെന്ന് വെച്ചാ അന്ന് വിട്ടാ മതി. അതല്ല ഇനി വിട്ടില്ലെങ്കിൽ ഒരു വിഷമവും ഇല്ല. രമണ നീ ഒന്ന് സമാധാനിക്കേ. അവൻ വന്നിട്ട് ഞങ്ങളൊന്ന് ചോദിച്ചു. എന്നതേ ഇവിടെ ഒരു ഇടി ഇടിച്ചത്. ഇനിയും തല്ലുള്ള എന്നെ കിട്ടില്ല. എന്തിനാ നിങ്ങൾ തല്ലിയതെന്ന് പറ. കേടിപ്പടം പിരിച്ചതിന്റെ കണക്ക് കുറച്ച് തല്ല് കൂടി ഇപ്പൊ പിടിച്ചു മാറ്റാൻ ചെന്നതാ. എനിക്കതിന്റെ വല്ല ആവശ്യമുണ്ടോ? രമണം പോകുന്നെങ്കിൽ പോയി ഇരുട്ടുന്നതിന് മുമ്പ് എത്താം. ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം. വേണ്ട അല്ല ഞാൻ വേണ്ട. അമ്മ ഞാൻ പോട്ടെ. ഞാൻ പോവും. ആ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വരാം. എന്ത് നുണയാണെന്ന് ഈശ്വരൻ അറിയാം. എന്തോ സത്യമുണ്ട്. വന്നപ്പോ മുണ്ടിനൊക്കെ ചെളിയായിരുന്നച്ചാ. എന്റെ മോൻ ആരെ ഉപദ്രവിക്കില്ല. നോക്ക് നിന്റെ മോൻ ஷர்ட்டை வச்சு ஒரு வந்துட்டு தப்பா நினைக்க போறாங்க. ആരെ കൊന്നിട്ടാ നീ വരണത്? കൊന്നില്ല, ഞാൻ ഒരാളെ അടിച്ചു. ഹൈദ്രോസിനെ. എന്റെ പേര് പറഞ്ഞ് കാശ് പിരിച്ചിട്ടാ. പിന്നെ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവന് കാശ് പിരിക്കാൻ. ഇവരെയൊക്കെ തല്ലാനും നേരെയാക്കാൻ നീ ആരാ? ആദ്യം സ്വയം നന്നാകടാ. നീ രമണേട്ടനെ എന്തിനാ അടിച്ചത്? ഞാൻ അടിച്ചില്ല. പക്ഷെ ഇനി തെണ്ടിത്തരം കാണിച്ചാ
ഞാൻ അടിക്കും. എന്ത് വിവരമില്ലായ്മയാ സേതു നീ കാട്ടിക്കൂട്ടണേ. ഞങ്ങളെയൊക്കെ കൊന്നിട്ട് നീ എന്താ ചെയ്തു? ആഹാ ഇവർ നിക്ക വെച്ചെല്ലാവർക്കും കേൾക്കறாங்களே. തെമ്മാടികൾക്ക് താമസിക്കാനുള്ള വീടല്ല ഇത്. എനിക്ക് വേറെ മക്കള് അവിടെ ഭാഗം നോക്കണം. തെമ്മാടിത്തരം കാണിച്ച് ജീവിക്കാനാണോ അതോ മാനമര്യാദയായിട്ട് ജീവിക്കാനാണോ? എന്താ അതിന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കയറിയാ മതി. இப்ப புரியல திலகன் ஏன் இந்த ரோட்ல எடுத்திருக்காங்கன்னு. അതാണ്. മോനെ എന്താ ഇത്? എന്ത് വിചാരിച്ചാ നീ? അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. அவருக்கு என்ன பண்றதுன்னு சுத்தமா புரியல. எது பண்ணாலும் தப்பா போயிடுது. എന്ത് വേഷമാടാ അത്? കഴുകി മടുത്തതാ. മുഴുവൻ ചെളിയായിരുന്നു. എന്താ നിന്റെ പരിപാടി? നീ വീട്ടിലേക്ക് തന്നെ പോണം. ഇന്ന് രാത്രി അച്ഛൻ ഉറങ്ങില്ല. എന്നെ അന്വേഷിച്ച് എല്ലായിടത്തും നടക്കും. കണ്ടാൽ മാപ്പ് പറഞ്ഞു വിളിക്കും. അതിനു മുമ്പ് എനിക്ക് മടങ്ങി വീട്ടിലെത്തണം. പാവം എന്റെ അച്ഛൻ തോൽക്കരുത്. തോറ്റു മടങ്ങി ചെല്ലുന്നത് ഞാനാകണം. മനസ്സിന് മരവിപ്പ് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. മരവിപ്പല്ല, ഒരുതരം കരുത്ത്. അല്ലെങ്കിൽ ഹൈദ്രോസിനോട് ചോദിക്കാൻ കഴിയുമായിരുന്നു. ദേവിയെ കാണുന്നില്ലേ? ഇല്ല, അവള് പറയുന്നതെല്ലാം അനുസരിച്ചടക്കുന്ന സ്കൂൾ കുട്ടിയാണ് ഞാനെന്ന ധാരണ തിരുത്തണ്ട. ദീപം ദീപം இவங்களுக்கு இப்படி ஒரு கல்ச்சர் இருக்குப்பா. டெய்லி சாயந்தரம் தீபம் தீபம் சொல்லி போய் தீபம் வைக்கிறாங்க. ஓ എല്ലാ പടത്തിലും നടക്കുന്നത് ഇത്. അച്ഛൻ കണ്ടോ സേതുട്ടിനെ? ഇല്ല. വന്നു പറയണ കേട്ടു. എനിക്ക് വിശ്വാസം വരുന്നില്ല. വന്നാ ഇവിടെ വരാതെ പോവോ? വല്ല തല്ലും വഴക്കുണ്ടാക്കിട്ട് വന്നതാണോ? അമ്മ അവിടെ കുത്തിരി നാമം ചെല്ലണ്ടോ? കിഷമ്മാവാ, போச்சு. இப்ப இவர் வந்து அடிச்சுன்னு சொல்ல போறாரு. എന്താ രമണ? എന്തേ? ഞാൻ ജീവനും കൊണ്ടെങ്കിൽ പോകുന്നു. അന്തസ്സുള്ളവർക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല. എനിക്ക് വേണേ 2 or 3 മാസം ഇവിടെ വന്ന് താമസിക്കാം. കൃഷ്ണമാവനത് സന്തോഷമേ ആവുള്ളൂ എന്ന് എനിക്കറിയാം. സ്വന്തം വീടല്ലേ, ആപത്ത് വന്നാ കൂടെ നിൽക്കണ്ടേ എന്ന് കരുതി നിന്നതാ. നിർത്തി. ഇനി എങ്ങനെ വേണേ ആയിക്കോട്ടെ. നീ കാര്യം എന്താന്ന് വെച്ചാ പറയണ രമണ. ഞാനൊരു കൊലക്കേസിൽ പ്രതിയാവേണ്ടി വന്നേനെ. സേതു ഇന്ന് ഒരു റൗഡിയെ തല്ലി കൊല്ലാറാക്കി. പിടിച്ചു മാറ്റാൻ ചെന്ന എന്നെയും തല്ലി. அடப்பாவி. എന്നിട്ട് ഇവന് ഇത് എന്ത് പറ്റി എന്റെ ഈശ്വര? കേടിപ്പണം പിരിച്ചതിന്റെ തർക്കമാ. ഒരാഴ്ച മുമ്പ് ബാറി തല്ലുണ്ടാക്കി. ഇങ്ങനെ പോയ ആയുസില്ല കേട്ടോ വിഷമാവാ. ദേ, ഈ ചട്ടമ്പിയായിട്ട് നടക്കുന്നവൻ എന്റെ മോളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ വെറുതെ കാള പറ്റുമെന്ന് കേട്ട് കയറെടുക്കണം. അവനെ എനിക്കറിയാം. ഞാനിത് വിശ്വസിക്കില്ല. ഇവരുതാ നല്ലമ്മ. അവനാണോടി? ആരെയും കാണുന്നില്ല. ஆ നിങ്ങൾ ഉറങ്ങിയില്ലേ? ஜோஸ் குரூப் எதுவும் உள்ள நுழையுதா? നിനക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ ഞാനൊന്ന് പോയി നോക്കാം. വേണ്ട, നേരെ ഒരുപാട് രാത്രിയായി. ഇനി ഇപ്പൊ എവിടെ പോയി നോക്കാനാ? എവിടെയെങ്കിലും പോയി നോക്കാം. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയില്ലേ. ഞാൻ സംസാരിച്ചു വിട്ടതുകൊണ്ടാണ് നിങ്ങൾ അമ്മയും മകനും തമ്മിൽ അയക്കും. എപ്പോഴാ വന്നത് നീ? കുറച്ചേരായി. വിളിക്കാറുന്നില്ലേ നിനക്ക്? വാ, വന്നൂണ് കഴിച്ചു കിടക്ക. വേണ്ട, എനിക്ക് വിശപ്പില്ല. ആ പരമേശ്വരൻ വന്നിട്ടുണ്ട്. അവരതാ അത് വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ നല്ലത്. എന്താണ് പരിപാടി എന്ന് അറിയുന്നവരെ അവന്റെ കണ്ണിൽ പെടണ്ട. എവിടെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ അത്യാവശ്യം എന്താണെന്ന് വെച്ചാ ഞാൻ എത്തിച്ചോളാം. വേണ്ട, കുഴപ്പമില്ല, ആരും സംശയിക്കാൻ ഞാൻ എത്തിച്ചോളാം. കുഴപ്പമുണ്ട്. സേതുവിന് വേണ്ടി നിങ്ങൾ ആരും നശിക്കണ്ട. അറിയിച്ചതിന് നന്ദി. വയ്ക്കോ. അല്ല സേതു, பத்தி தீர்றது. அவர் அப்பயே ஒரு லுக் கூட்டாரு தெரியுமா? ஆமா, நானும் கவனிச்சேன். ഏട്ടാ, அவருக்கு தெரிஞ்சிருச்சுப்பா. அவன் எப்படி ரிட்டர்ன் வந்துட்டு ஏதாச்சும் பண்ணுவான்னு. ഇപ്പൊ ഇത് ആവശ്യമായി വന്നിരിക്കുന്നു. വേണ്ട ഏട്ടാ, അത് കളഞ്ഞേക്ക്. അതൊക്കെ മനഃപൂർവ്വം ചേട്ടൻ ആരെയും വേദനിപ്പിക്കില്ല. ജീവൻ രക്ഷിക്കാൻ ഇതിന് വേണം. ഇതൊക്കെ പറഞ്ഞ് അച്ഛനെ അമ്മയെ നീ ഭയപ്പെടുത്തരുത്. ആര് വന്ന് ചോദിച്ചാലും ഏട്ടനോടില്ല. ഇപ്പൊ വീട്ടിൽ വരാറില്ലെന്ന് പറഞ്ഞാൽ മതി. നീ വിഷമിക്കണ്ട. சீரியஸ்னஸ் தெரிஞ்சிருச்சு. ரிட்டர்ன் வந்துட்டு காணா கன்ஃபார்ம் பண்ணிட்டு ஏதாச்சும் பண்ணுவான்னு. അമ്മുകുട്ടി, നമ്മൾ രക്ഷപ്പെട്ടടി. ஓ എന്താ? SI സെലക്ഷന്റെ ലിസ്റ്റ് വന്നു. സേതുവിന് 2nd റാങ്ക്. சூப்பர். എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാവല്ലോ. നിനക്കുള്ളത് ഇന്റർവ്യൂ കാടാ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന്. ചെക്കന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അവനെവിടെയാ പോയെ? ഇതൊന്ന് പറയാൻ. இங்க வந்து படுத்திட்டு இருக்காரு. ஒளிஞ்சிருக்காரு போற வீட்டுல எல்லாம். அப்பா கிட்டே கத்திக்கிட்டு போறாரோ? ஓ இல்ல. ஓ வந்துட்டாரு. ஆமா அவரு. ஐயோ. அப்புறம் வீட்டுல இருக்காருங்கிறத வீட்டுக்கு வந்து ஃபேமிலி டிஸ்டர்ப் பண்ணுவாங்க. அதனால அவர் வீட்டுல இருந்து வெளில வந்துட்டாரு. கத்தி மேல நடக்கிற மாதிரி பாப்பா அவருக்கு. இப்படியும் அவரும் உயிர் பொழைச்சிக்கணும்.
மற்றவங்களையும் கொல்லக்கூடாது. രക്ഷപ്പെട്ടു പോയിക്കോ. 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈയും കാലും പറ്റി എറിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കണം. എനിക്ക് ജീവിക്കണം. ஐயோ. ആരും കാണാതെ അതിനകത്ത് കിടന്ന് ചത്തുപോകാണ്ടിരിക്കാനാ. போச்சு, இவங்க 2 பேரும் பார்த்துட்டு போயிட்டாங்க. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 3. நம்ம அடுத்த பாட்டில் சந்திப்போம். Bye. பாய்.